ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ഫേവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിൽ നമ്മളുടെ ഡിസ്കഷൻ ടോപ്പിക്ക് തൂലിക നാമമാണ്. അപ്പോൾ എക്സാമുകളുടെ ഒരു സ്ഥിര ചോദ്യമാണ് തൂലിക നാമം. തൂലിക നാമങ്ങൾ ഓരോന്നായി നമ്മൾ പഠിച്ചെടുക്കുകയാണ്. ഒത്തിരി ഉള്ളൊരു ടോപ്പിക്കാണ് തൂലിക നാമം എന്ന് പറയുന്നത്. പിന്നെ പഠിക്കാനാണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ആദ്യമായി പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെ ഓർത്തു വെക്കും, അങ്ങനെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ തൂലിക നാമം. പക്ഷേ കുറച്ചായി പഠിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും മാറ്റമില്ല അല്ലേ. ഇപ്പോൾ കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്, ഇനി എന്നും ഇത് തന്നെയാണ്. മാറ്റി പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് വട്ടം പഠിച്ച് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർത്തു വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഇതൊക്കെ ഓൾറെഡി അങ്ങ് സെറ്റ് ആകും. ആദ്യം കാണുന്ന ഒരാൾക്ക് നല്ല ബുദ്ധിമുട്ടാണ്, കുറച്ച് പാടായിട്ട് ഫീൽ ചെയ്യും. ഇത് എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ഓർത്ത് വെക്കും, അങ്ങനെ ആകെ ബുദ്ധിമുട്ടാകും. ഇതൊക്കെ ഓർക്കുവോ എക്സാമിന്, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ഡൗട്ടുകൾ വരും. പക്ഷെ നമ്മൾ ഇതൊന്ന് പഠിക്കുന്നു, ആദ്യം പഠിക്കുമ്പോൾ മറക്കുന്നു, വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് കേൾക്കുന്നു, പഠിക്കുന്നു, വീണ്ടും മറക്കുന്നു. അങ്ങനെ ഒരു 3 വട്ടം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓർമ്മ വരും. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ മറന്നെങ്കിലും എല്ലാം മറക്കത്തില്ല. നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഓർക്കും. അടുത്ത റൗണ്ടിൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ഓർക്കും. 3-ാം റൗണ്ട് കഴിയുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ആകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് കൊടുക്കണം ഈ ടോപ്പിക്ക്, അല്ലെങ്കിൽ ഇത് പാടായി മാറും. ഓക്കെയാണ്. ടോപ്പിക്കിന് ഒരു ബുദ്ധിമുട്ട് ഉള്ളതാണ്. ആ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ ഈ ടോപ്പിക് വളരെ സിമ്പിളായി മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സാമുകൾക്കൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഈ ടോപ്പിക്ക് വരുന്നത്. എല്ലാവർക്കും ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാറുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഹായ് സാന്ദ്ര, കിട്ടുന്നുണ്ടോ സാന്ദ്ര? സൗണ്ട് ഒക്കെ ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കാക്കനാടിനെ കുറിച്ചാണ്. കാക്കകൾ അല്ലെ, കാക്കകളുടെ വർഗത്തെ കുറിച്ച് പറയാറില്ലേ? കാക്ക നല്ല വർഗ സ്നേഹമുള്ളവരാണ്. ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എല്ലാം കൂടെ കാകാന്നും പറഞ്ഞ് അങ്ങ് കരയാൻ തുടങ്ങും അല്ലെ. ഏതെങ്കിലും ഒരു കാക്ക ചത്തുപോയാൽ എല്ലാവരും കൂടെ വട്ടം ചുറ്റി വന്നിരുന്ന് കരയും. അപ്പൊ നല്ല വർഗ സ്നേഹമുള്ളവരാണ് കാക്ക. കാ ക 2 കായുണ്ട്, ജ ജ 2 ജായുണ്ട്, വർഗവും ഉണ്ട്. അപ്പൊ കാക്കനാടൻ ജോർജ് വർഗീസ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ് ആണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? സാന്ദ്ര കിട്ടുന്നുണ്ടോ? ഓക്കെ ആണ്, കിട്ടുന്നുണ്ട്. ഷംന കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ കാക്കനാടൻ ജോർജ് വർഗീസ. വിലാസിനി. വിലാസിനി എന്ന് പറയുമ്പോൾ നമ്മളൊരു പെൺകുട്ടിയാണ് എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളെ പറ്റിച്ചുകൊണ്ടത് MK മേനോനാണ്. വിലാസിനി ആരാണ്? MK മേനോൻ. അപ്പൊ നമ്മള് ചിലരുടെയൊക്കെ അഡ്രസ്സ്, അവരുടെ പേരിന്റെ അറ്റത്ത് തന്നെ അഡ്രസ്സ് കാണും. മഞ്ജു വാര്യർ. അപ്പൊ വാര്യർ എന്ന് പറയുമ്പോൾ മഞ്ജുവിന്റെ ഒരു ജാതിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാര്യർ എന്ന ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ്. ക്ലിയർ ആണ്? ഇനി നമ്മുടെ ഓരോരുത്തർക്കും ചിലരുടെ പേരില് നായർ എന്ന് കാണും, ചിലരുടെ പേരില് നമ്പ്യാർ എന്ന് കാണും അല്ലെ, കുഞ്ചൻ നമ്പ്യാർ. അതുപോലെ ചിലരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ജാതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ ഒരു അഡ്രസ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവരെ കുറിച്ചുള്ള ഒരു കാര്യം അഡീഷണൽ ആയി നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പൊ വിലാസം. വിലാസം എന്ന് വെച്ചാൽ അഡ്രസ് അല്ലേ. ഒരാള് ഇപ്പൊ മേനോനാണ്, അയാള് മേനോനാണ് എന്നൊരു അഡ്രസ് നമുക്ക് മനസ്സിലായി. അപ്പൊ വിലാസിനെ എന്ന് കേട്ടാൽ MK മേനോൻ എന്ന് എഴുതിക്കൂടെ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ കാക്കനാടൻ ജോർജ് വർഗീസ്, വിലാസിനി MK മേനോൻ. ഇനി ഉറൂബാണ്. ഉറൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു കുട്ടിയെ ഉറുമ്പ് കടിച്ചു. കുട്ടിയെ ഉറുമ്പൊക്കെ കടിച്ചാൽ കുട്ടി കിടന്ന് നിർത്താതെ കരയും അല്ലെ. കുട്ടിയെ ഉറുമ്പ് കടിച്ചു. PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. ഇനി ഇവിടെ കിടക്കുന്നതാണ് തൂലിക നാമങ്ങൾ. ഇവിടെ കിടക്കുന്നതാണ് ഇവരുടെ യഥാർത്ഥ നാമങ്ങൾ. ഇനി അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഉറൂബ് എന്നല്ലല്ലോ പേര്, PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് പേര്. അപ്പൊ ഉറുമ്പ് കടിച്ചു കുട്ടിയെ, കുട്ടി കരയുന്നു. അപ്പൊ ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. നന്ദന. നന്ദഗോപനാണ്. നന്ദഗോപൻ എന്ന് നമ്മൾ ഓർത്തു വെക്കുന്നു. നന്ദഗോപൻ.
അപ്പൊ നന്ദനാറ് കണ്ടാൽ ഗോപൻ ഉണ്ട് എന്ന് ഓർക്കണം. ഇവിടെ രണ്ടും പി സി ഉണ്ട്. പി സി ഗോപാലൻ. ആൻസർ എന്താണ്? പി സി ഗോപാലൻ. അപ്പൊ നമ്മള് കാക്കനാടനെ കണ്ടു, ജോർജ് വർഗീസ് ആണ്. വിലാസിനെ കണ്ടു, എം കെ മേനോനാണ്. ഉറൂബിനെ കാണുന്നു, പി സി കുട്ടിക്കൃഷ്ണനാണ്. നന്ദനാറോ? നന്ദഗോപൻ എന്നോർത്തു, പി സി ഗോപാലൻ. ക്ലിയർ ആണ്? ഇത്രയും ക്ലിയർ ആയോ? പി സി ഗോപാലൻ. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പ്രഭയാണ്. ആരാണ് പ്രഭ? പ്രഭ എന്ന് പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. നമുക്ക് ഏറെ പരിചിതനായ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രഭ. പ്രഭ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ് പ്രഭ. ക്ലിയർ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയി. പ്രഭ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. പ്രഭ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അടുത്തത് ചെറുകാട്. ചെറുകാട്. അപ്പൊ നമുക്ക് ഇനി അത് നിങ്ങൾ മറന്നു പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ പ ഇഭ ബ അല്ലെ? പ ഇഭ ബ ഇഭ. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ പ ഇഫ ബ ഇഭ മ എന്നല്ലേ നമ്മുടെ പ ഇഫ ബ ഇഭ മ. പായുണ്ട്, ബായുണ്ട്. പ ഭ പ്രഭ. ഇനി ഈ ബായിലാണ് പേരിരിക്കുന്നത് ബഷീർ. പ ഭ ബ ഒക്കെ ഉണ്ട്. അപ്പൊ ബഷീർ. അത് നമുക്കിങ്ങനെ പായും ഭായും ഒക്കെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബഷീറിനെ അല്ലെങ്കിൽ പ്രഭു എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓർക്കാം. ചെറുകാട്. ഇപ്പൊ നമ്മൾ 5 പേരെയാണ് പഠിച്ചത്. ഈ 5 പേരെ ഞാനൊന്ന് ഓർക്കുകയാണ്. കാക്കനാടൻ ആരാണ്? ജോർജ് വർഗീസ്. പ്രഭ ആരാണ്? പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. നന്ദനാർ അപ്പൊ പി സി ഗോപാലൻ. ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ. വിലാസിനി ആരാണ്? വിലാസിനി എം കെ മേനോൻ. 5 പേരെ പഠിച്ചില്ലേ? 5 പേര് ക്ലിയർ ആയോ? ഓക്കെ. എങ്കിൽ അടുത്ത 5 പേർ. ചെറുകാട്. ചെറിയ കാടാണ്. ഈ കാട്ടില് കരടിയുണ്ട്. ചെറിയ കാടാണ്, കാട്ടിൽ കരടിയുണ്ട്. പിഷാരടി, കരടി. അപ്പോ ചെറുകാട് പി ഗോവിന്ദ പിഷാരടി. ചെറുകാട് ആരാണ്? പി ഗോവിന്ദ പിഷാരടിയ. ക്ലിയർ ആണോ? അപ്പൊ ചെറുകാട് പി ഗോവിന്ദ പിഷാരടി. അടുത്തത് ഉബൈദ്. ടി ഉബൈദ. ഉബൈദ അബ്ദുൽ റഹ്മാൻ. ആരാണ്? അബ്ദുൽ റഹ്മാൻ ആണ് ഉബൈദ്. ഇനി ആശാ മേനോൻ. ആശാ മേനോൻ പെൺകുട്ടിയാന്ന് വിചാരിക്കും, പക്ഷേ കെ ശ്രീകുമാർ. കെ ശ്രീകുമാറാണ് ആശാ മേനോൻ. ആശാ മേനോൻ ആരാണ്? കെ ശ്രീകുമാർ. ഈ പേരുകൾ നമ്മൾ ഒന്നിച്ചാണ് പറയാറുള്ളത്. മുലൂർ എസ് പത്മനാഭ പണിക്കർ. മുലൂർ എസ് പത്മനാഭ പണിക്കർ. മുലൂർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എസ് പത്മനാഭ പണിക്കറാണ്. ഈ മൂലൂർ. പാറപ്പുറത്ത്. ചിലരാണെങ്കിൽ പാറയുടെ പുറത്തൊക്കെ പോയിരുന്ന് കള്ളൊക്കെ കുടിച്ച് മത്തായി അല്ലെ? കള്ള കുടിച്ച് മത്തായി അടിച്ച് മത്തായി. കെ ഇ മത്തായി. പാറയുടെ പുറത്ത് കേറും, കേറിയിട്ട് അവിടെ ഇരുന്ന് കുടിക്കും, അവസാനം മത്താകും. അപ്പൊ പാറ കെ ഇ മത്തായി. കെ ഇ മത്തായി. ക്ലിയർ ആണോ? അപ്പോ നോർത്തെ ചെറുകാട് പി ഗോവിന്ദ പിഷാരടി. ഉബൈദ ടി ഉബൈദ. അബ്ദുൽ റഹ്മാൻ. ഉബൈദിലും ബായിന്തായും ഉണ്ട്. ഇവിടെയും അബ്ദുൽ റഹ്മാനിലും ബായിന്തായും ഉണ്ട്. ഉബൈദ. ആശാ മേനോൻ കെ ശ്രീകുമാറാണ്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ. പാറപ്പുറത്ത് കെ ഇ മത്തായി. അപ്പൊ നമ്മൾ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണ്. ചെറുകാട്. ചെറുകാട് ആരാണ്? പിഷാരടി ഓർക്കണം. കരടി അല്ലെ? ചെറുകാട് പിഷാരടി. ഇനി മൂലൂർ ആരാണ്? മൂലൂർ എസ് പത്മനാഭ പണിക്കറാണ്. മൂലൂർ എസ് പത്മനാഭ പണിക്കർ. അടുത്തത് നമ്മൾ പഠിച്ചത് ആശാ മേനോൻ.
ആശാമേനോൻ കെ ശ്രീകുമാർ. ആശാമേനോൻ കെ ശ്രീകുമാർ. പാറപ്പുറത്ത് കെ ഇ മത്തായി. കെ ഇ മത്തായി. ടി ഉബൈദ്. ഉബൈദ് ആരാണ്? അബ്ദുൽ റഹ്മാൻ. 5 പേരെയും കൂടി ഓർമ്മ വന്നോ? ക്ലിയർ ആണോ? ചെറുകാട് പി ഗോവിന്ദ പിഷാരടി ഓർക്കുന്നു എങ്കിൽ മറ്റ് 2-3 പേര് ചോദിക്കുന്നു. വിലാസിനി എം കെ മേനോൻ. അടുത്തത് പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. പിന്നെ നമ്മൾ പഠിച്ചത് പി സി ഗോപാലൻ, ഉറൂബ് പി സി, കുട്ടിക്കൃഷ്ണൻ നന്ദനാർ, പി സി ഗോപാലൻ. അങ്ങനെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. 10 പേര് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? അടുത്ത 5 പേർ. ചങ്ങമ്പുഴയുടെ പേരിന്റെ കൂടെ നമ്മൾ പറയാറുണ്ട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇനി ജിയുടെ കൂടെ തന്നെ പറയാറുള്ളതാണ് ജി ശങ്കരക്കുറുപ്പ്, പി കുഞ്ഞിരാമൻ നായർ, പാലാ നാരായണൻ നായർ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പൊ ഇവരുടെ അതിൽ ചെറിയ രീതിയിലുള്ള ഒരു ഷോർട്ടേ ഉള്ളൂ. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെന്നും ജി ശങ്കരക്കുറുപ്പെന്നും പി കുഞ്ഞിരാമൻ നായരെന്നും പാലാ നാരായണൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കൂടെ ഓർക്കുന്നു. ചങ്ങമ്പുഴ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. പാലാ നാരായണൻ നായർ. ജി ശങ്കരക്കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പ്. ഇടപ്പള്ളി, ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടശ്ശേരി ഇതുപോലെ നമ്മൾ പഠിച്ചു വെച്ചേക്കുവാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. പി കുഞ്ഞിരാമൻ നായർ, പി കുഞ്ഞിരാമൻ നായർ. ക്ലിയർ ആണ്? ഇനി ആനന്ദം, ആനന്ദം, ആനന്ദം പരമാനന്ദം അല്ലെ? പി ഉണ്ട്. സച്ചിദാനന്ദൻ. അപ്പൊ ആനന്ദ് ഇപ്പുറത്തും ഉണ്ട്. ആനന്ദം, ആനന്ദം. അപ്പൊ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു 6 ഒക്കെ അടിക്കുമ്പം ആരാധകർക്ക് എല്ലാം ആനന്ദമല്ലേ? അപ്പൊ സച്ചിൻ പാസ്സായാൽ, സച്ചിൻ ആ കളി ജയിച്ചാൽ ആനന്ദം. സച്ചിൻ കളി ജയിച്ചാൽ ആനന്ദം, പാസ്സായാൽ ആനന്ദം. ക്ലിയർ ആണ്? അപ്പൊ സച്ചിദാനന്ദൻ ഒരു പി ഉണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പി സച്ചിദാനന്ദൻ. ഒളപ്പമണ്ണ, ഒളപ്പമണ്ണ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് ഒളപ്പമണ്ണ. അപ്പൊ ഒളിച്ചിരുന്നു ഒളപ്പമണ്ണ. മണ്ണ്, മണ്ണിൻ, മണ്ണ്, മണ്ണിൻ. ഒളപ്പമണ്ണ, മണ്ണിൻ, സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. ക്ലിയർ ആണ്? അടുത്തത് ബോധേഷ്. ബോധമില്ലാത്ത ഒരാളാണെങ്കിൽ ശവമാണ് എന്ന് നമ്മൾ പറയും. ഒരു ബോധമില്ലെങ്കിൽ ശവമാണ്. കേശവ പിള്ള. സുരേന്ദ്രൻ, EMS നമ്പൂതിരിപ്പാടാണ് സുരേന്ദ്രൻ എന്ന തൂലിക നാമത്തിൽ കൃതികൾ രചിച്ചത്. ആരാണ്? EMS നമ്പൂതിരിപ്പാട്. വൈശാഖൻ, MK ഗോപിനാഥൻ നായരാണ് വൈശാഖൻ. അപ്പോ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ജി ശങ്കരക്കുറുപ്പ്, പി കുഞ്ഞിരാമൻ നായർ, പാലാ നാരായണൻ നായർ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആനന്ദ് പി സച്ചിദാനന്ദൻ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്, ബോധേശ്വരൻ ശവം കേശവ പിള്ള, ബോധമില്ല ശവമായി. സുരേന്ദ്രൻ നമ്മുടെ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ് സുരേന്ദ്രൻ. സൂര്യനെ പോലെ ജ്വലിച്ചു അല്ലെ? സുരേന്ദ്രൻ സൂര്യനെ പോലെ ജ്വലിച്ചു. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ ഒന്നാമതായി വന്ന ഒരാളാണ് EMS. ക്ലിയർ ആണ്? വൈശാഖൻ, വൈശാഖൻ MK ഗോപിനാഥൻ നായര. വൈശാഖൻ MK ഗോപിനാഥൻ നായരാണ്. നമ്മൾ പറയത്തില്ലേ ചിലത്, അത് ഗോപിയായിപ്പോയി, അതങ്ങ് ഗോപിയായി, അതായത് അതില്ലായി, ഇല്ലായ്മ, അല്ലെങ്കിൽ അത് പോയി, കളഞ്ഞു പോയി, അത് ഗോപി വരച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഇല്ല എന്നാണ് അർത്ഥം അല്ലെ? അപ്പൊ എന്തെങ്കിലും ഒരു സാധനം നമുക്കില്ല, നമുക്കങ്ങ് നഷ്ടപ്പെട്ടു, എങ്ങനെയാണെങ്കിൽ വിശാഖം വരത്തില്ലേ?
വിശാഖം ദുഃഖം വരും, അങ്ങനെ ഓർക്കാം. വൈശാഖൻ MK ഗോപിനാഥൻ നായർ. അപ്പൊ നമ്മളൊന്ന് ഓർക്കുന്നു. ആനന്ദ P സച്ചിദാനന്ദൻ, വൈശാഖൻ ഗോപിനാഥൻ നായർ. ഇനി പഠിച്ചത് എന്താണ്? ആനന്ദ് പഠിച്ചു, വൈശാഖൻ പഠിച്ചു. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ. ഇനി സുരേന്ദ്രൻ EMS, ബോധേശ്വരൻ നമ്മുടെ കേശവപിള്ള. അടുത്തതിലേക്ക് വരുന്നു കേസരി. അപ്പൊ നമ്മൾ 20 പേരെയാണ് പഠിച്ചിരിക്കുന്നത്. കേസരി ബാലകൃഷ്ണ പിള്ളയാണ്. അപ്പൊ കസേര, പണ്ട് കസേര കളി അല്ലെ, ബാലന്മാര് എന്ത് ചെയ്യുന്നു? കസേര കളിക്കുന്നു. അല്ലെങ്കിൽ കുട്ടിക്കാലം, നമ്മൾ ബാലനാണ്, അപ്പൊ സാറുണ്ട്, സാറ് കസേരയിൽ ഇരിക്കുന്നു, കസേര. ബാലന് കസേര കളി കളിക്കുന്നതൊക്കെ ഓർത്താൽ മതി. കേസരി ബാലകൃഷ്ണ പിള്ളയാണ്, ബാലകൃഷ്ണ പിള്ള. അക്കിത്തത്തിന്റെ കൂടെ തന്നെ നമ്മൾ അച്യുത മേനോൻ എന്ന് പറയാറുണ്ട്. 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് അക്കിത്തം. അപ്പൊ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. പ്രേംജി, പ്രേംജി എന്ന് പറയുമ്പോൾ പ്രേമത്തിന്റെ പി, പ്രേമം മം എം, MP ഭട്ടതിരിപ്പാടാണ് പ്രേംജി. MP ഭട്ടതിരിപ്പാടാണ് പ്രേംജി. കൂവമ്പ്, കൂവ് കൂവി KV പുട്ടപ്പ. ഇപ്പൊ നമ്മള് ഈ കൂവപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി എന്നോർത്ത് വെച്ചു. കൂവപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി, അപ്പൊ KV പുട്ടപ്പ. ഇടമറുക്, മറുക് അല്ലെ, മറുക്. നമുക്ക് ഇടയിലാണ് മറുകെങ്കിൽ നമ്മൾ സേഫ് ആണ്, നമുക്ക് വലിയ വിഷമമില്ല. നമ്മുടെ മുഖത്ത് ഒക്കെയാണ് മറുക്, എല്ലാരും കാണുന്നിടത്ത് വലിയൊരു കറുത്ത മറുക് ഇങ്ങനെ ഇരിക്കുവാണ്, മുട്ടനൊരു മറുക, നമുക്കൊരു വിഷമം വരത്തില്ലേ? എന്നാൽ ഇത്രയും വലിയൊരു മറുക് ആരും കാണാത്ത ഇടയിലാണ് എങ്കിൽ നമുക്ക് വല്ല വിഷമം വരുമോ? ഇല്ല. അപ്പൊ ഇടയിലാണ് മറുക് എങ്കിൽ സേഫ് ആണ്, സേഫ് ആണ് ജോസഫ്. അല്ലെങ്കിൽ TC കൊടുത്ത് പറഞ്ഞു വിടും എന്നോർക്കുക, TC കൊടുത്ത് പറഞ്ഞു വിടും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. കേസരി ബാലകൃഷ്ണ പിള്ളയാണ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടാണ്, പ്രേംജി MP ഭട്ടതിരിപ്പാടാണ്, കൂവമ്പ് KV പുട്ടപ്പയാണ്. അപ്പൊ ഒരിക്കൽ കൂടി, കേസരി ബാലകൃഷ്ണ പിള്ള, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, പ്രേംജി MP ഭട്ടതിരിപ്പാട്, കൂവമ്പ് KV പുട്ടപ്പ, ഇടമറുക് TC ജോസഫ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒരിക്കൽ കൂടി പറയും. കേസരി ബാലകൃഷ്ണ പിള്ള, അക്കിത്തം അച്യുതൻ, പ്രേംജി MP ഭട്ടതിരിപ്പാട്, കൂവമ്പ് KV പുട്ടപ്പ, ഇടമറുക് TC ജോസഫ്. അപ്പൊ ഞാൻ ഒന്ന് ഓർക്കുകയാണ്. അക്കിത്തം ആരാ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. കേസരിയോ? ബാലകൃഷ്ണ പിള്ള. ഇടമറുക്, ഇടമറുക് ഇടയിലാണ് മറുക്, നമ്മൾ സേഫ് ആണ്, ജോസഫ്. അല്ലെങ്കിൽ TC കൊടുത്തു വിടും, TC ജോസഫ്. ക്ലിയർ ആണ്? ഓക്കെ. കൂവമ്പ്, കൂവപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി, KV പുട്ടപ്പ, KV പുട്ടപ്പ. പ്രേംജി, പ്രേമം, MP ഭട്ടതിരിപ്പാട്. ഈ 5 പേരെ പഠിച്ചില്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച 25ഓളം പേരുണ്ട്. ഉണ്ടോ? ഇത്രയും ക്ലിയർ ആണോ? കാക്കനാടൻ, വിലാസിനി, ഉറൂബ്, നന്ദനാർ, പ്രഭ, ചെറുകാട്, ട്യൂബൈദ്, ആശാ മേനോൻ, മുലൂർ, പാറപ്പുറത്ത്, ചങ്ങമ്പുഴ, GP, പാല, ഇടശ്ശേരി, ആനന്ദ്, ഒളപ്പമണ്ണ, ബോധേശ്വരൻ, സുരേന്ദ്രൻ, വൈശാഖൻ. കണ്ട 10ആയി. ഇപ്പൊ നമ്മള് 20, 10, 15, 15ാമത്തെ ആളാണ്. ഓക്കെ. 15 കേസരി, അക്കിത്തം, പ്രേംജി, കൂവമ്പ്, ഇടമറുക്. ഈ 15ൽ നിന്ന് ഞാനൊരു 4 ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, വൈശാഖൻ. ഉത്തരാലോചിച്ചേ. MK
ഗോപിനാഥൻ നായർ. അടുത്തത് കേസരി, എ ബാലകൃഷ്ണ പിള്ള. പ്രേംജി, MP ഭട്ടതിരിപ്പാട്. പി കുഞ്ഞിരാമൻ നായർ. ജി ശങ്കരക്കുറുപ്പ്. ഇനി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കൂവമ്പ്, KV പുട്ടപ്പ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഇടപ്പള്ളി ആണെങ്കിൽ രാഘവൻ പിള്ളയാണ്. ഇടപ്പള്ളി രാഘവൻ പിള്ള. മൂലൂർ S പത്മനാഭ പണിക്കർ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇനി കാക്കനാടൻ ജോർജ് വർഗീസ് ആണ് കാക്കനാടൻ. ക്ലിയർ ആണോ? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇനി നമുക്ക് ആനന്ദ് P സച്ചിദാനന്ദൻ. ടി ഉബൈദ് അബ്ദുറഹ്മാൻ. ചെറുകാട് P ഗോവിന്ദ പിഷാരടി. ആശാമേനോൻ K ശ്രീകുമാർ. പാറപ്പുറത്ത് KE മത്തായി. വിലാസിനി MK മേനോൻ. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. നന്ദനാർ PC ഗോപാലൻ. നന്ദഗോപൻ അല്ലെ. ഇനി PC കുട്ടിക്കൃഷ്ണൻ ഉറൂബ്. ക്ലിയർ ആണോ? എല്ലാം ഓർമ്മ വരുന്നുണ്ടോ? എല്ലാം കിട്ടുന്നുണ്ടോ? എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. 15 എണ്ണം ആയില്ലേ? നമുക്ക് ഈ ഒരു 10 എണ്ണം കൂടി നോക്കാം. കപിലൻ. ക ഉണ്ട്. K. P പത്മ. ഇൻ പത്മനാഭൻ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട് കപിലൻ K പത്മനാഭൻ നായരാണ്. കപിലൻ K പത്മനാഭൻ നായർ. ഏകലവ്യൻ KM മാത്യു. ഏകലവ്യൻ ആരാണ്? KM മാത്യു. ഇനി ഇന്ദുചൂടൻ. അപ്പൊ ഏകലവ്യൻ എന്ന് പറയുമ്പോ കയ്യിലെ വിരല്, ഏക വിരലേ ഉള്ളു. ഇപ്പൊ കയ്യിലെ വിരലൊക്കെ വെച്ച് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ? മാത്സിനല്ലേ കയ്യിലെ വിരലെല്ലാം വേണ്ടി ഇങ്ങനെ കൂട്ടാൻ അല്ലെ? ഏകലവ്യൻ മാത്യു KM മാത്യു. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. അപ്പൊ ഇന്ദു നമ്മൾ പറയുന്നു ചന്ദ്രന് നിലാവുണ്ട്. നിലാവുണ്ട് എന്നോർത്തു. നിലാവ് നീലകണ്ഠൻ. അപ്പൊ ഇന്ദുചൂടൻ നീലകണ്ഠൻ കൃഷ്ണൻ എന്നൊരർത്ഥം. മാലി ബഹുബ്രീഹി പഠിച്ചിട്ടില്ലേ? മാധവൻ നായരാണ് മാലി. മായുണ്ട് മാധവൻ നായർ. അപ്പൊ മാലി എന്ന തുലിക നാമത്തിൽ എഴുതിയിരുന്നത് ആരാണ്? മാധവൻ നായരാണ്. ഇനി കള്ളൻ മാധവൻ അല്ലെ? സിനിമയില് ദിലീപിന്റെ വേഷം കള്ളൻ മാധവൻ. മാല കെട്ടും. മാല നോർത്താ മതി. അഭയദേവ്. അപ്പൊ ആരും അഭയം തന്നില്ലെങ്കിൽ ദൈവം അഭയം തരും. അഭയം അയ്യപ്പൻ. അപ്പൊ സ്വാമി അയ്യപ്പൻ ശബരിമലയിൽ പോത്തില്ലേ? അപ്പൊ അയ്യപ്പൻ അഭയം തരും എന്നോർത്താൽ മതി. അഭയദേവ്. ക്ലിയർ ആണോ? ഇത്രയും പിടികിട്ടിയോ? കപിലൻ എന്താണ്? K പത്മനാഭൻ നായരാണ്. ഏകലവ്യൻ KM മാത്യു. ഏകലവ്യൻ എന്താണ്? KM മാത്യു. ഇനി അടുത്തത് ഇന്ദുചൂടൻ നീലകണ്ഠനാണ്. മാലി മാധവൻ നായരാണ്. അഭയദേവ് K അയ്യപ്പൻ പിള്ളയാണ്. അഭയദേവ്. ഇത്രയും ക്ലിയർ ആണോ? എങ്കിൽ ചോദിക്കുന്നു മാലി ആര്? മാധവൻ കള്ളനാണ്. മാല മോഷ്ടിക്കും. മാധവൻ. അഭയദേവ് അഭയം അയ്യപ്പൻ. ക്ലിയർ ആണോ? ഇന്ദുചൂടൻ KK നീലകണ്ഠൻ. KK
നീലകണ്ഠൻ, ഇന്ദുചൂടൻ. അഭയദേവ് കണ്ടു, KK അയ്യപ്പൻ, KK അയ്യപ്പൻ. ഓക്കെയാണ്. ഇനി നേരത്തെ പഠിച്ചതാണ് ബോധേശ്വരൻ. ബോധേശ്വരൻ കേശവ പിള്ള, കേശവ പിള്ള. അപ്പൊ നമുക്ക് ആലോചിക്കാം. പവനൻ PV നാരായണൻ നായർ, കപിലൻ K പത്മനാഭൻ നായർ, ഏകലവ്യൻ KM മാത്യു, ഇന്ദുചൂടൻ KK നീലകണ്ഠൻ, മാലി മാധവൻ നായർ, അഭയദേവ് K അയ്യപ്പൻ പിള്ള. ഇനി നമുക്കുണ്ട് പറയാനാണെങ്കിൽ കുറച്ചുണ്ട്. കണ്ടോ, 10, 20, 10, 30 എണ്ണം. നമുക്കത് പറയാം. അതിന് മുമ്പായിട്ട് കണ്ടോ, നമുക്കിങ്ങനെ ഒറ്റയടിക്ക് പഠിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പാടാണ്. കണ്ടോ, 10, 20, ഇപ്പൊ നമ്മളൊരു 30 പേരെ പഠിച്ചു. ഇനി ഒരു 30 പേരും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാം കൂടെ അടുപ്പിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വരാം. നമുക്കൊന്ന് ഇൻട്രസ്റ്റ് ആവണ്ടേ, നമുക്കൊരു സമാധാനത്തിന് വേണ്ടി നമ്മൾ വരുന്നതാണ്. ഇത് 2023 ചോദ്യപേപ്പറാണ്. അഗ്നി, അഗ്നിയുടെ പര്യായം, അഗ്നിയുടെ പര്യായമാണ് അനൽ. അല്ലെ, തീയിലോട്ട് ചാടിക്കഴിഞ്ഞാൽ പിന്നെ അനക്കമുണ്ടാവില്ല എന്ന് നമ്മൾ ഓർത്തു. ലേഖകൻ, സ്ത്രീലിംഗം എഴുതുക, ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത്ചന്ദ്രനാണ്. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത്ചന്ദ്രനാണ്. ഈ ചായ. ഫലേച്ച കൂടാതെ, പ്രത്യേകിച്ച് ഒരു കാര്യത്തിന്, ഒരു ഗുണത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ നിഷ്കാമം. ശ്ലാഘ്യം, വിപരീത പദം എഴുതുക, ഗർഹ്യം. വാഗർത്ഥം പിരിക്കുമ്പോൾ, വാക്ക് പ്ലസ് അർത്ഥമാണ്. ശരിയായ വാക്യം എടുത്തെഴുതുക. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല, ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ശരിയായ വാക്യം എടുത്തെഴുതുക. ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് കണ്ടോ, അവന്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ്. അവന്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ആശങ്കാകുലനാണ്, അല്ലെങ്കിൽ ഞാൻ അവന്റെ ഭാവിയെപ്പറ്റി ഓർത്ത് ആശങ്കാകുലനാണ്. അറേഞ്ച്മെന്റിൽ ഡിഫറൻസ് ഉണ്ട്. ഓരോ വീട് തോറും, ഓരോ വേണ്ട വീട് തോറും കയറണം. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ, അത്രയും മതി. ഈ ഭേദവും നല്ലതും കൂടി വേണ്ട. പൂജക ബഹുവചനം, ഉദാഹരണം നിങ്ങൾ, താങ്കൾ, വൈദ്യർ, ഭീഷ്മർ, മാരാർ, ഇങ്ങനെ പോകുന്നു. കന്തരം ഗുഹയ എങ്കിൽ കന്തരം എന്താണ്? കഴുത്ത. ആൻസർ എന്താണ്? കന്തരം എന്ന് വെച്ചാൽ ഗുഹയാണ്. ഈ ദായില് മാറ്റമുണ്ട്. കന്തരം കഴുത്ത. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം ഏതാണ്? പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്യ പ്രായോഗികം അല്ലാത്തത് എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, മണൽ പ്ലസ് അരണ്യം ചേർത്തെഴുതുക. ഇത് ഒരുപാട് പേര് തെറ്റിച്ചു. മണൽ അരണ്യമാണ്, നീട്ടാൻ പറഞ്ഞിട്ടില്ല. ആ എന്ന് നീട്ടുണ്ടായിരുന്നെങ്കിൽ മണലാരണ്യം എന്നെഴുതിയേനെ. ഇവിടെ നീട്ടില്ല, മണലരണ്യം. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം. ഏക്ക് ഏക്ക് എന്നല്ലേ ആവർത്തിക്കുന്നത്, അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ സി. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അലംഘനീയമായ അഭിപ്രായം എന്നാണ്. ഓളത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? ഓളം പര്യായം അല്ലാത്തത് ഭംഗം, തരംഗം, വീജി. ഭംഗം, തരംഗം, വീജി. ഇനി ഓളത്തിന്റെ ശരിയായ പദമല്ലേ ചോദിച്ചത്? നമ്മുടെ ഉത്തരം ശരിയല്ലാത്തത് ആളമാണ്. മലയാളം. മല അധികം ആളം. ആളം മീൻസ് ശോഭ, ഭംഗി എന്നാണ്.
അപ്പോൾ ഓളത്തിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പഠിക്കണം. പഠിച്ചു വെക്കുക. ബഷീർ, അല്ല, ഞാൻ ഓപ്ഷൻ ഒന്ന് വായിച്ചതാണ് ബഷീറിൻ്റെത്. ഇനി നമ്മൾ ഓളത്തിന്റെ പര്യായങ്ങളൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ കമന്റിൽ ഒന്ന് ഞാൻ നോക്കിയത്. ഓക്കെ, ഭംഗം, തരംഗം, വീജി. ഭംഗം, തരംഗം, വീജി. ആളമർത്ഥം ശോഭ എന്നാണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓളത്തിന്റെ പര്യായം, ഇപ്പൊ ഓളം എന്ന് വെച്ചാൽ എന്തു അർത്ഥം? തിരമാല അല്ലെ, ഓളമാണ്. നല്ല ഓളം ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. വീജി, തരംഗം, ഭംഗം, ഇതൊക്കെയാണ് അർത്ഥം. ശരിയായ പദം തിരിച്ചെഴുതുക. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതാണ്? അസ്തമയമാണ്. മയങ്ങിപ്പോയി എന്ന് നമ്മൾ ഓർക്കുക. മയക്കമാണ്, അതായത് നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ അങ്ങ് മയക്കമാണ് എന്ന് ഓർക്കുക. മയങ്ങളാണ്. ചിലർക്ക് മനം ആയിട്ട് തെറ്റിപ്പോകും. പ്രസംഗിക്കുന്നത്, സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. വൈരുദ്ധ്യം. മരങ്ങൾ പിരിച്ചെഴുതുക. മരം പ്ലസ് കള്ളാണ് മരങ്ങൾ. അപ്പോ നമുക്ക് കിട്ടുന്നത് മരം പ്ലസ് കൾ. വട്ടം അധികം പലക, വട്ടപ്പലക. കുഞ്ഞുങ്ങൾ എന്ന പദത്തിന്റെ വചനപ്രത്യയമാണ് അൾ അല്ലെ, കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ, കൾ, കൾ. ശരിയായ വാക്യം കണ്ടെത്തും. വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും അന്യോന്യം വിവാഹിതരായി. വരനും വധുവും തമ്മിൽ വിവാഹിതരായി. വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. ശരിയായ വാക്യ ഓപ്ഷൻ എ ആണ്. വരനും വധുവും തമ്മിൽ മാലയിട്ടു. ഇനി നമ്മൾ നമ്മുടെ സ്കൂൾ ബുക്ക്, അതായത് 10ാം ക്ലാസ് സ്കൂൾ ബുക്കിലേക്ക് പോവുകയാണ്. അതിനകത്ത് നമ്മൾ കണ്ടതാണ് 2024 പല ചോദ്യപേപ്പറിലും ഇത് റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ ബുക്കിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സ്കൂൾ ബുക്കിലെ കുറച്ച് കാര്യങ്ങൾ ഓർക്കാം. ഒന്ന്, അധോതലം. അധോതലം എന്ന് വെച്ചാൽ അടിത്തട്ട് എന്നാണ്. എന്താണ് അധോതലം? അടിത്തട്ട്. അന്ധതമസ്. തമസ് എന്ന് വെച്ചാൽ ഇരുട്ടാണ്. അന്ധതമസ് കൂരിരുട്ട്. അനാദി, ആരംഭമില്ലാത്ത, നിത്യമായ എന്നാണ് അർത്ഥം. ആനന്ദമായ, ആരംഭം ഇല്ലാത്ത, നിത്യമായ. അതായത് എല്ലാ ദിവസവും ഈ പ്രോസസ് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു തുടക്കം എന്നൊന്നും പറയാനില്ല. അതാണ് അനാദി. നമുക്കിപ്പോ ആലോചിച്ചു എന്താണ് ആ ഒരു പ്രോസസ്. ഇപ്പൊ രാവിലെ എല്ലാ ദിവസവും അമ്മ എണീക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, ഉച്ചലത്തെ ഉണ്ടാക്കുന്നു, രാത്രി ഉണ്ടാക്കുന്നു. ഇതിനൊരു പ്രത്യേകം എന്താണ്? നിത്യവും അങ്ങ് നടക്കുകയാണ്. പ്രത്യേക ഒരു ആരംഭം ഇല്ല. എല്ലാ ദിവസവും നടക്കുന്ന സെയിം ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഉദയപൂർവ നിമിഷം, ഉദയത്തിന് മുമ്പുള്ള സമയം. ഏകാകിത, ഒറ്റയ്ക്കാകുന്ന അവസ്ഥ. കുടിലത, ചരിവാണ്. ക്ഷതം, മുറിവാണ്. ചാബല്യം, ഇളക്കമാണ്. നിഗൂഢത, ശ്രദ്ധിക്കുക, മറഞ്ഞിരിക്കുന്നത്. പ്രാരബ്ധം, ബുദ്ധിമുട്ട്. മിഥ്യാധാരണ, തെറ്റായ ധാരണ. വിജനത, ജനമില്ലാത്ത അവസ്ഥ. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിന്റെ സ്കൂൾ ബുക്കാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എല്ലാ എക്സാമുകളുടെയും സ്ഥിരം ചോദ്യമാണ്. അധോതലം, അടിത്തട്ട്. അന്ധതമസ്, കൂരിരുട്ട്. അനാദി, ആരംഭമില്ലാത്ത, നിത്യമായ. ഉദയപൂർവ നിമിഷം, ഉദയത്തിന് മുമ്പുള്ള സമയം. ഏകാകിത, ഒറ്റയ്ക്കാകുന്ന അവസ്ഥ. അപ്പൊ അധോതലം അല്ലെ, നമ്മൾ ഈ ഒരു എന്താണ് തീവ്രവാദികളെയൊക്കെ പറയുമ്പോൾ ഇവരേതാണ്ട് അധോതല വാസികളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ഇവരെന്താണ്? അധോവാസികളാണ് എന്നൊക്കെ പറയും. അധോതലം എന്ന് വെച്ചാൽ അടിത്തട്ട് എന്നാണ്. ഇപ്പൊ ഭൂമി തന്നെ പല തട്ടിലാണ് അല്ലെ. അപ്പൊ അതുപോലെ അടിത്തട്ടിനെയാണ് അധോതലം എന്ന് പറയുന്നത്. നമ്മൾ മറ്റേത് അധോ ലോകക്കാരാണ് എന്നൊക്കെ പറയും. അന്ധതമസ്, കൂരിരുട്ട്. തമസ് എന്ന് വെച്ചാൽ ഇരുട്ടാണ്. അന്ധതമസ്, കൂരിരുട്ട്. അനാദി, ആരംഭമില്ലാത്ത, നിത്യമായ. ഉദയപൂർവ നിമിഷം, ഉദയത്തിന് മുമ്പുള്ള സമയമാണ്.
ഏകാഗ്രത ഒറ്റയ്ക്കാകുന്ന അവസ്ഥയാണ്. കുടിലത ചരിവാണ്, ചതിവ്, ചതിക്കുകയാണ്. കുടിലത അതെല്ലാവർക്കും അറിയാം. കുടിലത എന്ന് പറയുമ്പോൾ ചതിയാണ്. ക്ഷതമേറ്റു മുറിവാണ്. ചാബല്യം ഇളക്കം, ചാബല്യം ഇളക്കം. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, കുടിലൻ എന്താണ്? കുടിലത, കുടിലത അത് ചതിയാണ്, ചതിക്കുകയാണ്. ക്ഷതം എന്താണ്? ക്ഷതം, ക്ഷതം എന്ന് വെച്ചാൽ മുറിവാണ്. ക്ഷതം എന്ന് വെച്ചാൽ എന്താണ്? മുറിവാണ്. നമ്മൾ ക്ഷതമേറ്റു, ഞാൻ കാലിൽ മറിഞ്ഞു വീണു, എനിക്ക് ഇച്ചിരി ക്ഷതമേറ്റിട്ടുണ്ട്, എനിക്ക് എന്തോന്ന് പറ്റി നമ്മൾ പറയുമ്പോൾ മുറിവ് പറ്റിയതിനെ പറഞ്ഞാൽ മതി ക്ഷതം. ചാബല്യം, എനിക്ക് ഭയങ്കര ചാബല്യമാണ്, ഇളക്കമാണ് എന്നാണ് അർത്ഥം. നിഗൂഢത, മറഞ്ഞിരിക്കുന്നതാണ്. പ്രാരബ്ധമാണ്. കണ്ടോ, എല്ലാരും പ്രാരബ്ധം എഴുതുമ്പോൾ തെറ്റിതിരുത്താൻ എഴുതും. അപ്പൊ പ്രാരാബ്ധം എന്നാണ് എഴുതുന്നത്, ഇത് തെറ്റാണ്, പ്രാരബ്ധമാണ്. കണ്ടോ, പെട്ടെന്ന് രായ്ക്ക് നീട്ടുണ്ടോ? ഇല്ല, ഇത് തെറ്റിതിരുത്താൻ എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രാരബ്ധം ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, കഷ്ടപ്പാടിലാണ് എന്നുള്ളതാണ്. മിഥ്യധാരണ, മിഥ്യ മീൻസ് തെറ്റായ ധാരണ എന്നാണ്. തെറ്റാണ്, നമ്മൾ എന്താണോ കരുതിയിരിക്കുന്നത് തെറ്റാണ്. വിജനത എന്ന് പറയുമ്പോൾ ജനങ്ങൾ ആരും തന്നെ ഇല്ല. ഇപ്പൊ മരുഭൂമിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും, ഓ എന്തൊരു വിജനതയാ, അതായത് ഇവിടെ ആരുമില്ല, പേരിനൊരു ആള് പോലും ഇല്ല, ഇവിടെ ആരുമില്ല, അയ്യോ ഇതെന്ത് മണല് മാത്രമേ ഉള്ളല്ലോ. അപ്പൊ വിജനത, ജനമില്ലാത്ത അവസ്ഥയാണ്. ഇത്രയും പിടികിട്ടുന്നുണ്ട്. അപ്പോ നമുക്ക് അടുത്തതിലേക്ക് പോകണം. നമ്മളിവിടെ കുടിലത കണ്ടു, ചതിവ്, ക്ഷതം, മുറിവ്, ചാബല്യം, ഇളക്കം, നിഗൂഢത, മറഞ്ഞിരിക്കുന്നു, പ്രാരബ്ധം, ബുദ്ധിമുട്ട്, മിഥ്യാധാരണ, തെറ്റായ ധാരണ. വിജനത, ജനമില്ലാത്ത അവസ്ഥ. LDC ചോദ്യം, വിനാഴിക. നാഴികയുടെ 60 പങ്കാണ്. നാഴികയുടെ 60 പങ്ക് 24 സെക്കൻഡ്. സങ്കീർത്തനം, സങ്കീർത്തനം എന്ന് വെച്ചാൽ ഒരാള് കീർത്തനം പാടും അല്ലെ. സങ്കീർത്തനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. സങ്കീർത്തനം സ്തുതിക്കുക. അപ്പൊ വിനാഴിക, നാഴികയുടെ 60 പങ്ക്. വിജനത, ജനമില്ലാത്ത അവസ്ഥ. മിഥ്യധാരണ, തെറ്റായ ധാരണ. പ്രാരബ്ധം, ബുദ്ധിമുട്ട്. സങ്കീർത്തനം, സ്തുതി. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വ്യക്തികളെ കുറിച്ചാണ്. സ്കൂൾ ബുക്കില് നോട്ടിലുള്ളതാണ്. ആരാണ് പെരുമ്പടവം ശ്രീധരൻ, അദ്ദേഹത്തെ കുറിച്ചൊന്ന് പഠിക്കാനുണ്ട്. നോവലിസ്റ്റ് ആണ്, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്. 1938 പെരുമ്പടവത്ത് ജനിച്ചു. എവിടെ ജനിച്ചത്? പെരുമ്പടവത്ത്. എന്നാണ്? 38. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയി. വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സംസ്ഥാന ബാലസാഹിത്യ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നും കൂടെ പറയുന്നു, നോവലിസ്റ്റ് ആണ്, കഥാകൃത്താണ്, തിരക്കഥാകൃത്തുമാണ്. പെരുമ്പടവത്താണ് ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് അവാർഡുകൾ കിട്ടി. സംസ്ഥാന ബാലസാഹിത്യം, വള്ളത്തോൾ പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെ? അഭയം, അഷ്ടപതി. ഈ കൃതികളൊക്കെ തന്നിട്ട് പെരുമ്പടവത്തിന്റെ കൃതി ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ചേരുംപടി ചേർക്കാനും ഈ കൃതികളുടെ പേരും പെരുമ്പടവത്തിന്റെ കൂടെ തരാറുണ്ട്. അഭയം, അഷ്ടപതി, കാൽവരിയിലേക്ക് വീണ്ടും, ഒറ്റച്ചീലമ്പ്, മേഘഛായ, വേനലിൽ പൂക്കുന്ന മരം, ഇലത്തുമ്പുകളിലെ മഴ, എന്റെ ഹൃദയത്തിന്റെ ഉടമ, ഒരു സങ്കീർത്തനം പോലെ. PSCയുടെ സ്ഥിരം ചോദ്യമാണ്, ഒരു സങ്കീർത്തനം പോലെ. പെരുമ്പടവത്തിന്റെയാണ്. ഇനി വാൾമുനയിൽ വെച്ച മനസ്സ്, നാരായണം, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്നു, കുട്ടിക്കൃഷ്ണമാരാർ. അതിനു മുമ്പ് പെരുമ്പടവത്തെ ഒന്ന് ഓർക്കുകയാണ്. എന്തൊക്കെ അവാർഡ് കിട്ടി? സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിട്ടുണ്ട്. വയലാർ, കേരള സാഹിത്യം, സംസ്ഥാന ബാലസാഹിത്യം, വള്ളത്തോള്, അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട കൃതികളാണ്. അഭയമുണ്ട്, അഷ്ടപതിയുണ്ട്,
കാൽവരിയിലേക്ക് വീണ്ടും ഒറ്റച്ചിലമ്പ്, മേഘഛായ, വേനൽ പൂക്കുന്ന മരം, ഇലത്തുമ്പുകളിലെ മഴ, എന്റെ ഹൃദയത്തിന്റെ ഉടമ, സങ്കീർത്തനം പോലെ, വാൾമുനയിൽ വെച്ച് മനസ്സ്, നാരായണൻ. ഇതൊക്കെയാണ്. അടുത്തത് കുട്ടിക്കൃഷ്ണ മേനോനാണ്. കുട്ടിക്കൃഷ്ണ മാരാരാണ്. മാരാർ ഇദ്ദേഹത്തിനെയും 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വെച്ചേക്കുന്നതാണ്. 10ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മലയാള സാഹിത്യ നിരൂപകരിൽ പ്രമുഖനാണ്. മലപ്പുറം ജില്ലയിലെ തൃപ്പങ്ങോട്ട് ജനിച്ചു. മാതൃഭൂമിയിൽ പ്രൂഫ് റീഡർ. കലാജീവിതം തന്നെ. ജീവിതം തന്നെ. എന്റെ ജീവിതം മുഴുവനും കലയാണ്. ഇങ്ങനൊരു ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഈ വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു കൃതി രചിച്ചു. അത് ഭാരത പര്യടനമാണ്. അപ്പൊ കുട്ടിക്കൃഷ്ണ മാരാർ ആരാണ് ഇദ്ദേഹം? മലയാള സാഹിത്യ നിരൂപകൻ. എവിടെയാണ് ജനിച്ചത്? മലപ്പുറം ജില്ലയിലാണ്. വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങൾ കഥാസന്ദർഭങ്ങൾ അടിസ്ഥാനമാക്കി രചിച്ച കൃതിയാണ് ഭാരത പര്യടനം. ഇദ്ദേഹത്തിനെയും പ്രസിദ്ധമായ കൃതികളുണ്ട്. സാഹിത്യഭൂഷണം, രാജ അങ്കണം, സാഹിത്യവിദ്യ, കൈവിളക്ക്, ചർച്ചായോഗം, ദന്തഗോപുരം, ഇങ്ങനെ പോകുന്നു. പിന്നെ നമ്മൾ ഉണ്ണായി വാര്യരെ കൂടിയാണ് പഠിക്കാൻ പോകുന്നത്. ആരെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്? ഉണ്ണായി വാര്യർ. അതിനു മുമ്പ് നമ്മൾ മറ്റൊരു കാര്യം നോക്കാൻ പോവുകയാണ്. പര്യായ പദങ്ങൾ. ഓക്കെ, പര്യായ പദങ്ങൾ വേണം. ഉണ്ണായി വാര്യർ നോക്കിയിട്ട് മതിയോ? ഓക്കെ. അപ്പൊ ഉണ്ണായി വാര്യർ 18ാം നൂറ്റാണ്ടാണ്. ആട്ടക്കഥാ സാഹിത്യത്തിലെ നിസ്തുല പ്രതിഭയാണ്. ആട്ടക്കഥ സാഹിത്യത്തിലെ നിസ്തുല പ്രതിഭയാണ്. ഉണ്ണായി വാര്യർ എന്ന് പറയുമ്പോൾ നമുക്ക് ആട്ടക്കഥ, നമ്മുടെ കഥകളിയിലേക്ക് പോകണം. തൃശൂർ ജില്ലയിലാണ്, ഇരിങ്ങാലക്കുടയിലാണ്, അകത്തോട്ട് വാര്യത്താണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ എവിടെയാണ് ജനിച്ചത്? തൃശൂർ ജില്ല, ഇരിങ്ങാലക്കുട, അകത്തോട്ട് വാര്യത്ത് ജനിച്ചു. വേദാന്തം, വൈദ്യം, സംഗീതം ഇതിലൊക്കെ നിപുണനാണ്. ഇതൊക്കെ വളരെ കിടിലനായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. തിരുവിതാംകൂറില് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്, കൊച്ചി രാജാവ് ഇവരുടെയൊക്കെ ആശ്രിതനായ വ്യക്തിയായിരുന്നു. കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും ഒക്കെ ജീവിച്ച സമയത്ത് കൂടെ ജീവിച്ച മറ്റൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സമകാലികൻ എന്ന ഒറ്റ വാക്ക് ഉപയോഗിച്ചത്. നളചരിതം, ആട്ടക്കഥ മലയാള സാഹിത്യത്തില് ശാശ്വത പ്രതിഷ്ഠ നേടി ഈ ഒരൊറ്റ കൃതിയിലൂടെ. ക്ലാസിക് പ്രസംഗത്തിലെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തിലെ റൊമാന്റിക് കാവ്യമെന്നും ഈ ഒരു ക്ലാസിക് കാവ്യം വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് നളചരിതം, ആട്ടക്കഥ. അപ്പൊ നളചരിത, ആട്ടക്കഥ എഴുതിയത് ആരാണ്? അതാണ് എക്സാം ചോദിക്കുന്നത്. ഉണ്ണായി വാര്യർ. എങ്ങനെയാണ് വിശേഷിപ്പിച്ചേക്കുന്നത്? നളചരിതം, ആട്ടക്കഥ റൊമാന്റിക് കാവ്യമെന്നും ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. കഥാപാത്ര നിർമ്മാണ കുശലതയിലും നാടകീയതയിലും ജീവിത വീക്ഷണത്തിലും ഭാവാവിഷ്കരണത്തിലും കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഈ നളചരിതത്തിന് ഇതിനൊക്കെ ഒരു അർഹതയുണ്ട്. ഗിരിജാ കല്യാണം, രാമ പഞ്ചശതി ഉണ്ണായി വാര്യരുടേത് ആണ് എന്ന് അഭിപ്രായമുണ്ട്. അപ്പൊ ഉണ്ണായി വാര്യരെ കുറിച്ച് എന്തൊക്കെ ഓർക്കണം? ഇദ്ദേഹം 18ാം നൂറ്റാണ്ടുകാരനാണ്. ആട്ടക്കഥയിലെ നിസ്തുല പ്രതിഭയാണ്. തൃശൂർ ജില്ല ഇരിങ്ങാലക്കുടയിലാണ് ഇദ്ദേഹം. വാര്യത്ത് എന്ന വീട്ടിലാണ് ജനിച്ചത്. വേദാന്തം, വൈദ്യം, സംഗീതത്തിലൊക്കെ നിപുണനാണ്.
മാർത്താണ്ഡവർമ്മ കൊച്ചി രാജാവ്. ഇവർ രണ്ടുപേരുടെയും ആശ്രിതനാണ്. ഇനി ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാൻ സാധിക്കും. നളചരിതം, ആട്ടക്കഥ, കേരളത്തിലെ ശാകുന്തളം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിലെ പെരുമ്പടവം ശ്രീധരനെ കുറിച്ച്, കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ച്, ഉണ്ണായി വാര്യരെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലാകുന്നുണ്ട്? അടുത്ത ചോദ്യം, പര്യായ പദങ്ങൾ. താമര കാണാൻ പറ്റുന്നുണ്ടോ? നളിനം, രാജീവം, ജലജം, അരവിന്ദം, പുഷ്കരം, ഇതെല്ലാം താമരയാണ്. അപ്പൊ നളിനം താമരയാണ്, രാജീവം താമരയാണ്, അരവിന്ദവും പുഷ്കരവും താമരയാണ്. എന്തൊക്കെയാണ്? നളിനം, അരവിന്ദം, രാജീവം, പുഷ്കരം. കണ്ണാടി. അത്തം, ആദർശം, മുകുരം, ദർപ്പണം. മഞ്ഞ്, തുഹിനം, തുഷാരം, നീഹാരം, പ്രാലേയം. നെറ്റി, നെടിലം, അളികം, ഫാലം, പിന്നെ ലലാടം. നാവ്, രസന, രസജ്ഞ, ജിഹ്വ, ലലന, ല. ചന്ദനം, മാലേയം, മലയജം, അഞ്ചി, പാടീരം. അമൃതം, പേയൂഷം, പീയൂഷം, സുധ, കീലാലം. ആന. ആന എന്ന് പറയുമ്പോൾ ഇഭം, സാമജം, സീവരം. അതുപോലെ തന്നെ കുഞ്ചരം. ഇതൊക്കെ ആനയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ക്ലിയർ ആണ്? ഇഭം, സാമജം, സീവരം, കുഞ്ചരം. മഞ്ഞ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. തുഹിനം, തുഷാരം, നീഹാരം, പ്രാലേയം. ചന്ദനം ചോദിക്കുന്നതാണ്. മാലേയം, പ്രാലേയം പോലെ മാലേയം. പിന്നെ മാലേയം, മലയജം, അഞ്ചി, പാടീരം, അപ്പൊ ഇവരെ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു പര്യായ പദങ്ങളാണ് പഠിക്കേണ്ടത്. താമര ഒന്ന് ആലോചിച്ച് നോക്കിയേ. താമര എങ്ങനെ ഓർത്തു വെക്കാം? താമര നളിനമുണ്ട്, അരവിന്ദമുണ്ട്, രാജീവം, പുഷ്കരം. നളിനം, അരവിന്ദം, രാജീവം, പുഷ്കരം. കണ്ണാടി, അത്തം, ആദർശം, മുകുരം, ദർപ്പണം. മഞ്ഞ്, തുഹിനം, തുഷാരം, നീഹാരം, പ്രാലേയം. നെറ്റി, നാവ്, രസന, രസജ്ഞ, ജിഹ്വ, ലലന. ചന്ദനം, മാലേയം, മലയജം, അഞ്ചി, പാടീരം. അമൃത, പേയൂഷം, പീയൂഷം, സുധ, കീലാലം. ആന, സാമജം. കരിയും ആനയാണ്, ദന്തി ആനയാണ്. കുഞ്ചരം, സീവരം, ഇഭം, ഇതൊക്കെ എന്താണ്? ആനയാണ്. ഇനി വീണയുടെ പര്യായ പദങ്ങളാണ്. വല്ലകി, സ്ഥിരം ചോദ്യമാണ്. വല്ലകി, വിഭഞ്ചിക, സാരംഗം, കച്ചവി. വല്ലകി, വിഭഞ്ചിക, സാരംഗം, കച്ചവി. കഴുത്ത്, ഇപ്പോഴത്തെ ചോദ്യപേപ്പറിൽ ഇല്ലായിരുന്നോ കഴുത്ത്? ഗളം, കന്ദരം, ശ്രീവം, പ്രസ്തരം. കിട്ടുന്നുണ്ടോ?
വീണ, വല്ലകി, വിഭഞ്ചിക, സാരംഗം, കച്ചബി, കഴുത്ത് ഏതൊക്കെയാണ്? ഗളം, കന്ദരം, ഗ്രീവം, പ്രസ്തരം. അപ്പൊ വീണ, വല്ലകിയുണ്ട്, വിഭഞ്ചികയുണ്ട്, സാരംഗം, കച്ചബി, കഴുത്ത്, ഗളം, കന്ദരം, ഗ്രീവം, പ്രസ്തരം. ഇനി ജലത്തിന്റെ പര്യായ പദങ്ങൾ കൂടി നോക്കാം. ജലം, ജലജം, ജലദം, ജലധി, പിന്നെ ജലകം. കണ്ടോ? ജലം വെള്ളം, ജലജം, ജലേദം, ജലധി, ജലകം. ക്ലിയർ ആണോ? ഇനി നമ്മളൊരു 2 പേരെ കൂടി നോക്കുകയാണ്. പവനൻ, PV നാരായണൻ നായർ. പവനൻ, PV നാരായണൻ നായർ. മലങ്കാടൻ, മുമ്പേ ചെറുകാടിനെ പറഞ്ഞില്ലേ? അതുപോലെ ഒരെണ്ണം കൂടി പഠിക്കണം. മലങ്കാടനും ചെറുകാടാണ്. പിഷാരടിയെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇനി PK നാരായണ പിള്ള. EV കൃഷ്ണപിള്ള. സുമംഗല, ലീല നമ്പൂതിരിപ്പാട്. ഇപ്പൊ പവനൻ എന്താണ്? PV നാരായണൻ നായരാണ്. മലങ്കാടൻ ചെറുകാടാണ്. PK നാരായണ പിള്ളയാണ്. PK. EV കൃഷ്ണപിള്ളയാണ്. സുമംഗല, ലീല നമ്പൂതിരിപ്പാട്. പവനൻ, PV നാരായണൻ. മലങ്കാടൻ ചെറുകാട്. PK നാരായണ പിള്ള, EV കൃഷ്ണപിള്ള, സുമംഗല, ലീല നമ്പൂതിരിപ്പാട്. മീശാൻ KS കൃഷ്ണപിള്ളയാണ്. കൃഷ്ണന് മീശ വെച്ചാൽ കേസ് കൊടുക്കും എന്നോർക്കുക. മീശാൻ KS കൃഷ്ണപിള്ള. തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ള. ഓംചേരി N നാരായണ പിള്ള. പമ്മനാർ പരമേശ്വര മേനോൻ. കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായര്, കോഴിക്കോടൻ എന്ന് അറിയപ്പെടും. ഒരിക്കൽ കൂടി, മീശാൻ KS കൃഷ്ണപിള്ളയാണ്. തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ളയാണ്. ഓംചേരി N നാരായണ പിള്ളയാണ്. പമ്മൻ PV. പമ്മൻ എന്ന് പറയുമ്പോൾ R പരമേശ്വര മേനോൻ. കോഴിക്കോടോ? നമ്മൾ കോഴിയാണ്. അതായത് സിനിമ ക്യാരക്ടർ അപ്പുക്കുട്ടൻ എന്ന ജഗദീഷിന്റെ കഥാപാത്രം ഓർമ്മയില്ലേ? ഭയങ്കര കോഴിയാണ് എന്ന് ഓർക്കുക. പമ്മൻ, പമ്മിയിരിക്കുക. R പരമേശ്വര മേനോൻ. ഓംചേരി N നാരായണ പിള്ള. തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ളയാണ്. മീസാൻ KS കൃഷ്ണപിള്ളയാണ്. മീശ വെച്ചു കൃഷ്ണൻ. ഉടനെ എന്ത് ചെയ്യുന്നു? മീശാൻ KS കൃഷ്ണപിള്ള. തോപ്പിൽ ഭാസി ഭാസ്കരൻ പിള്ള, ഓംചേരി N നാരായണ പിള്ള, പമ്മൻ R പരമേശ്വര മേനോനാണ്. ഇനി കോഴിക്കോടനാണ് അപ്പുക്കുട്ടൻ നായരാണ്. ക്ലിയർ ആണോ? ഒന്ന് ചോദിക്കട്ടെ, ഓർമ്മയുണ്ടോ? സുമംഗല കണ്ടോ? മംഗല്യം. ആർക്ക് മംഗല്യം? ലീലയ്ക്ക് മംഗല്യം. EVയുടെ കൂടെ തന്നെ കൃഷ്ണപിള്ളയുണ്ട്. PK ചേർത്ത് തന്നെ നാരായണ പിള്ളയുണ്ട്. മലങ്കാടൻ, കാട്, ചെറുകാട്, കാട്, കാട്. പവനൻ, P ഉണ്ട്, V ഉണ്ട്, നൻ നാരായണൻ. എല്ലാ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ തൂലിക നാമങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. വലിയ ഒരു സെറ്റപ്പ് ഒന്നും കോഡിന് തോന്നുന്നില്ലെങ്കിലും നമ്മൾ ആ കോഡിലൂടെ ഒക്കെ ഓർത്ത് വെക്കാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും.
കാക്ക വർഗം ഭയങ്കര കൂട്ടാണ്. വിലാസിനി മേനോൻ. ഉറുമ്പ് കടിച്ചു കുട്ടിയെ നന്ദഗോപൻ. പ്രഭ വൈക്കം മുഹമ്മദ് ബഷീർ. പായുണ്ട് ബാഭ എല്ലാം ഉണ്ടെന്ന് ഓർക്കുക. കാട് മലങ്കാടനുണ്ട്. പിന്നെ കാട്ടിൽ കരടിയുണ്ട്. ഉബൈദ് ബായിന്തായും അബ്ദുൾ റഹ്മാൻ. ആശിച്ചു ശ്രീകുമാർ. ഇനി മൂലൂർ എസ് പത്മനാഭൻ. പാറപ്പുറത്ത് KE മത്തായി. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, G ശങ്കരക്കുറുപ്പ്, P കുഞ്ഞിരാമൻ നായർ. ഇനി നമ്മൾ പാല നാരായണൻ നായർ. ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ആനന്ദ് P സച്ചിദാനന്ദൻ. ഒളപ്പമണ്ണ മണ്ണ മണ്യൻ. ബോധമില്ലെങ്കിൽ ശവം. സുരേന്ദ്രൻ EMS. വൈശാഖൻ വിശാഖം. ഗോപി. കേസരി ബാലകൃഷ്ണ പിള്ള. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. പ്രേംജി MP ഭട്ടതിരിപ്പാട്. കൂവമ്പ് KV പുട്ടപ്പ. ഇടമറുക് ഇടയിൽ മറുകാണെങ്കിൽ സേഫ് ആണ്. കൂവപ്പൊടി കൊണ്ട് പുട്ടുണ്ടാക്കി. പ്രേമം ഭട്ടതിരിപ്പാട്. നട്ടം തിരിച്ചു പ്രേമിച്ചാൽ. അങ്ങനെയൊക്കെ ഓർത്തു വെക്കാം. കപിലൻ K പത്മനാഭൻ നായർ. ഏകലവ്യൻ മാത്സ്. ഇന്ദുചൂടൻ നീലകണ്ഠൻ. മാല കള്ളൻ മാധവൻ മോഷ്ടിച്ചു. അഭയദേവ അഭയം അയ്യപ്പന്. പവനൻ PB നാരായണൻ നായർ. മലങ്കാടൻ ചെറുകാട്. PK നാരായണപിള്ള EV കൃഷ്ണപിള്ള. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. മീസൺ KS കൃഷ്ണപിള്ള. കൃഷ്ണൻ മീശ വെച്ചു കേസെടുത്തു. തോപ്പിൽ വാസി ഭാസ്കരൻ പിള്ള. ഓംചേരി N നാരായണപിള്ള. പമ്മൻ R പരമേശ്വര മേനോൻ. പായുണ്ട് മായുണ്ട് ഇന്ന്. അപ്പോ പമ്മൻ പരമേശ്വര മേനോൻ. കോഴിക്കോടൻ അപ്പുക്കുട്ടൻ നായരാണ്. ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? സെറ്റ് ആണോ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. പിന്നെ ഓണം